ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വീട് വൃത്തിയാക്കിയപ്പോൾ ഫാദറിന്റെ പണ്ടത്തെ കുറേ ബുക്സ് കുറേയില്ല നമ്മൾ കത്തിച്ച് അരിക്കല കൊടുത്ത് അതിൽ കുറച്ച് ആദ്യം വൃത്തിയാക്കിയപ്പോൾ പിന്നെ കുറച്ചും കൂടെ ബുക്സ് കിട്ടി. അതെല്ലാം ഞാൻ കത്തിക്കാൻ പോകുന്നത്. കാരണം നമ്മളിതൊന്നും വായിക്കൂല ഗൈസ്. ഇതിനകത്ത് ഉള്ളിലൊന്നും ഒന്നുമില്ല കേട്ടോ, കുറച്ച് ചിത്രം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ TN സ്റ്റേഷൻ്റെ എല്ലാം കുറേ ബുക്സ് ഉണ്ട്. ഒരു ഇംഗ്ലീഷേ വായിക്കൂലു, ഇംഗ്ലീഷ് ഇന്ത്യ ടുഡേ, ഇംഗ്ലീഷ് പത്രം, അങ്ങനത്തെ വായിക്കൂലു. ഞാനെല്ലാം പിന്നെ ദേശാഭിമാനി മാത്രമേ വായിക്കൂലു. TN സ്റ്റേഷൻ വായിക്കേണ്ടവർക്ക് ഇതെല്ലാം ഞാൻ കത്തിക്കാൻ പോകുന്നെങ്കിൽ ഇതെല്ലാം പിള്ളമാർക്ക് വായിക്കേണ്ട ബുക്ക്. ഇതെല്ലാം സ്റ്റോറി ബുക്സ് അങ്ങനത്തെ അല്ല. ഒരു ബുക്സ് കണ്ടാലും ഒരു വാങ്ങിക്കൊണ്ടൊരു കണ്ട് കാണിച്ചുതരാം. കുറേ ബുക്സ് എല്ലാ ബുക്സ് ഉണ്ടാ. ഇതെല്ലാം TN സ്റ്റേഷൻ്റെ ബുക്സ്. ഇത് ഹോളിസ്റ്റിക് യോഗ, ഇത് ബ്രദറിന്റെ ബുക്ക്. ഇത് പിന്നെ ഹൗ യു ക്യാൻ ടോക്ക് വിത്ത് ഗോഡ്, നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തോട് സംസാരിക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ബുക്ക് വേഗം പറഞ്ഞു കേട്ടോ. ഞാൻ കത്തിക്കും ഇപ്പം അതിലിടക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞു. ഞാൻ ഓരോ ബുക്കിന്റെ പേര് പറയും. ഇതെല്ലാം ഇത് കണ്ട, ഇതെല്ലാം ബ്രദറിന്റെ ബുക്കാണ്. കുണ്ടലിനി ഓം സ്വാമിന്റെ, നമ്മളെ സ്വന്തം ബ്രദറിന്റെ ബുക്ക്. ഓൻ ഒരുപാട് സ്പിരിച്വൽ ബുക്സ് ഉണ്ട് കേട്ടാ, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇല്ലേ, ഇതെല്ലാം ഓൻ്റെതാ. യന്ത്ര സമുച്ചയം, മൈൻഡ്ഫുൾ ടു മൈൻഡ്ഫുൾ ഓം സ്വാമി. പിന്നെ ഇത് വിസ്ഡം ഓഫ് ദ ഋഷീസ്, ശ്രീ എം എന്ന് പറയുന്നത് നമ്മുടെ മുംതാസ് അലി ഖാൻ നമ്മുടെ ഹിന്ദുവിലേക്ക് ഇതായിട്ടാണ്. കാരണം ഹിന്ദുസിന്റെ ഇത് ഓർക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് ഓർ ആ ഒരു സന്യാസി അനുഗ്രഹിച്ചതിന് ശേഷം ഓർ ഹൈലി സ്പിരിച്വൽ എല്ലാ അൾട്ടിമേറ്റ് പവറിൽ എത്തിയ ആണ് ശ്രീ എം എന്നത്. അദ്ദേഹം ജന്മം കൊണ്ട് മുസ്ലിമായി ജനിച്ചു, പിന്നെ ഹിന്ദുസിന്റെ ഇതാ ഫോളോ ചെയ്തു. അപ്പൊ അങ്ങനെ വിസ്ഡം ഓഫ് ദ ഋഷി ശ്രീ എമ്മിന്റെ അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞ. പിന്നെ ബുക്സ് എന്ന് വെച്ചാൽ കണ്ടമാനം ബുക്സ് ആണ്. എനിക്ക് എത്രയാണെന്നൊന്നും പറയാൻ കഴിയും. സ്ലീപ്പിംഗ് ബ്യൂട്ടി, ഗിന്നസ് ഓഫ് വേൾഡ് റെക്കോർഡ്സ്. പിന്നെ പച്ചക്കറി കാണേണ്ടവർക്ക് അതിലുണ്ട് കേട്ടോ. സാധാരണ ആൾക്കാർക്ക് വേണ്ട ബുക്സ് വരെ ഇവിടെയുണ്ട്. പിന്നെ പാട്ട് പഠിക്കേണ്ടവർക്കുള്ള ബുക്ക്. ഇതെല്ലാം പണ്ടത്തെ ബുക്ക്. ഈ പിന്നെ എന്താ പറയാ, കേരള വിജ്ഞാന കോശം, അതിൻ്റെ എല്ലാം എന്താ പകുതിയായിട്ട് കേട്ടോ. ഞാൻ അതെല്ലാം കളഞ്ഞ് എല്ലാം ഞാൻ കളിയൊന്നു. കാരണം ഞാൻ വായിക്കൂല. ഞാൻ വായിക്കുന്ന ബുക്സ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ വായിക്കുന്ന ബുക്സ് സ്പിരിച്വൽ ബുക്സ് ആണ്. ഞാൻ ഇങ്ങനത്തെ ബുക്സ് ഒന്നും വായിക്കാറില്ല ഇപ്പം. പിന്നെ ഇത് എന്ന് വെച്ചാൽ ഫാമിലി എൻസൈക്ലോപീഡിയ, ഇംഗ്ലീഷാണ്. പിള്ളന്മാർക്ക് പറ്റിയ ബുക്കായിരുന്നു. ഇതെല്ലാം വാങ്ങിക്കാൻ വലിയ പൈസ വേണ്ടി വരും. ഇതെല്ലാം ഉള്ളു കണ്ട നല്ല നല്ല പേജസ് ആണ് ഇതിൻ്റെ ഉള്ളത്. എല്ലാം ഞാൻ ഇതാക്കാൻ പോകുന്നു. കാരണം എനിക്കിവിടെ വെക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഇത് എനിക്ക് ഇഷ്ടം പോലെ ബുക്സ് എല്ലാം എടുത്ത് കാണിച്ചു തരാൻ കഴിയില്ല. ഇത്ര ബുക്സിൽ ഞാനെല്ലാം കത്തിക്കാൻ പോകുന്നു ഗൈസ്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് സബ്ഹമാരെ മുട്ടിമേഹെ അല്ലേ, നോളജ്. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കിട്ടും. ഇപ്പം ബുക്സിൻ്റെ ആവശ്യം ഒന്നുമില്ല. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്സ് എനിക്കിതൊന്നും വേണ്ടതെന്ന് വെച്ചാൽ രമണ മഹർഷി, പരമഹംസ യോഗാനന്ദൻ, പിന്നെ അങ്ങനെയുള്ള മൈൻഡ് ബോഡി സ്പിരിറ്റ് ഇത്തരത്തിലുള്ള ബുക്സ് മാത്രം ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഞാൻ വായിക്കുന്ന ബുക്സ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വേറെയുണ്ട് സ്പിരിച്വൽ. ഏറ്റവും എനിക്ക് രോമാഞ്ചം ഉണ്ടാക്കിയ ബുക്സ് എന്ന് പറഞ്ഞാൽ രമണ മഹർഷീൻ്റെ രമണാമൃതം, പിന്നെ ജ്ഞാനാനന്ദ സ്വാമികളെ വൈരാഗ്യം, പിന്നെ അഷ്ടാവക്ര ഗീത, പിന്നെ മൈൻഡിനെ കുറിച്ചുള്ള ഒരുപാട് ബുക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഏത് ബുക്സാ? ഹലോ, വീഡിയോ എടുക്കുന്ന ആളെ ഒന്ന് പറയൂ ഏതെല്ലാം ബുക്സാണ്. നിങ്ങൾ അതിൻ്റെ പിക്ചറെങ്കിലും കണ്ടിട്ടുണ്ടോ അതിൽ? എല്ലാ ബുക്സിൻ്റെ പേരൊന്ന് പറയൂ. ആ രമണ മഹർഷി എന്ന് പറയുമ്പോൾ എനിക്ക് രോമം. പിന്നെ നമ്മുടെ ത്രൈലങ്ക സ്വാമി, ത്രൈലങ്ക സ്വാമി എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ണുന്ന ഹനുമാൻ സ്വാമി എന്നുള്ള പോലെ എനിക്കിങ്ങനെ കണ്ണു വളർന്നൊരു ഗൈസ്. എന്താ ചെയ്യുക, ഇവിടെ നമ്മളെല്ലാവരും ഒന്നാണ്. ഈ പ്രപഞ്ചം മൊത്തം ഒന്നാണ്.
അൾട്ടിമേറ്റ് പവർ. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്നാണ്, ഒരു എനർജിയിൽ നിന്നാണ് നമ്മളെല്ലാവരും വർക്കാണ്. അപ്പൊ വായിക്കേണ്ടവർ വായിക്കുക, ഇഷ്ടമുള്ളത് എല്ലാവരും, ഓരോരാൾക്കും എല്ലാവരും യുണീക്കാണ്. അപ്പൊ ഓരോരാളും ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ ബൈ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.